വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് കമ്മ്യൂണിറ്റി ബിസിനസ്, ആ കമ്മ്യൂണിറ്റി ബിസിനസ്സിലൂടെ എങ്ങനെയാണ് നമുക്ക് വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങൾ, അതായത് നിങ്ങളൊരു ബിസിനസ് ആഗ്രഹിക്കുകയും ഒരു വരുമാനം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ലിസ ആപ്ലിക്കേഷൻ എന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം, ബിസിനസ് ചെയ്യാം. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യത്തിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നും വരുമാനം കണ്ടെത്താൻ സാധിക്കും. നമ്മളൊരു ഫേസ്ബുക്ക് പേജ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകളെ കുറിച്ച് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യും. ആ പ്രോഡക്റ്റുകളെ ലിസ ആപ്ലിക്കേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലൂടെയും കൂടുതൽ ആൾക്കാരിൽ എത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് കമ്മ്യൂണിറ്റി ബിസിനസ് എന്ന് ചർച്ച ചെയ്യാം. കമ്മ്യൂണിറ്റി എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഒരുപാട് ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിനാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. സത്യത്തിൽ ലിസ ആപ്ലിക്കേഷൻ അതാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണോ നിർമ്മിക്കുന്നത്, ആ പ്രോഡക്റ്റ് ഈ ആപ്ലിക്കേഷനിലൂടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുകയും ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി നിങ്ങൾക്ക് തരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ വ്യക്തികളും കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളായി മാറും എന്നതാണ് പ്രത്യേകത. ആ കമ്മ്യൂണിറ്റി അംഗങ്ങളായി മാറുന്നത് വഴി ഒരുപാട് ബെനിഫിറ്റ്സുകൾ അംഗങ്ങളാകുന്നവർക്ക് ലഭിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. ഇത് ഒരു പുതിയ ആശയമാണ്. ഒരു മനുഷ്യൻ ജീവിച്ചു മരിക്കുന്ന അന്നു വരെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ടൺ കണക്കിന് ഭക്ഷണമാണ് ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നത് വരെ കഴിക്കുന്നത്. അത് പല വ്യത്യസ്തമായ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, വ്യത്യസ്തമായ പ്രോഡക്റ്റുകളുണ്ട്. ഇതെല്ലാം അയാൾ ജീവിച്ച് മരിക്കുന്നത് വരെ ഉപയോഗിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഉപയോഗിക്കുന്ന ആ വസ്തുക്കളിലൂടെ അല്ലെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഒരു ലാഭവിഹിതം പ്രൊവൈഡ് ചെയ്യുക എന്നൊരാശയമാണ് ലിസ ആപ്ലിക്കേഷൻ മുമ്പോട്ട് വയ്ക്കുന്നത്. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും ആ പ്രോഡക്റ്റുകൾ ഒന്നുകിൽ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ കൂടുതലും ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ, ഉപ്പ് മുതൽ കർപ്പൂരം വരെ, ഇത് ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന സാധനമല്ല. ഇത് ഓരോരുത്തരും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ്, ഓരോ കമ്പനികൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ്. ആ കമ്പനികളിൽ നിന്നാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അംഗങ്ങൾക്ക് ഇത് നിർമ്മിക്കാൻ സാധിക്കുന്നില്ല? അങ്ങനെ നിർമ്മിക്കാൻ സാധിച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ആ പ്രോഡക്റ്റുകൾ നിർമ്മിച്ചതിന് വഴി ഒരു വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അത് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും. അതിലൂടെ ഒരു ഗുണമാണ് ലഭിക്കുന്നത്, ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും. മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ബ്രാൻഡഡ് പ്രോഡക്റ്റുകളെല്ലാം ബൾക്ക് പർച്ചേസിങ്, ബൾക്ക് പ്രൊഡക്ഷനൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രിസർവേറ്റീവ് ചേർക്കുമ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലാണെങ്കിൽ ഇന്റേണൽസ് ഓർഗൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് നമ്മൾക്കൊരു അസുഖമായിട്ട് ആശുപത്രി ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ക്യാൻസർ ഹോസ്പിറ്റലുകൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ലിവർ സിറോസിസ്, ഡയാലിസിസ് പേഷ്യന്റിന്റെ എണ്ണം, ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? ഒരു 50 വർഷം മുമ്പ് ഇതുണ്ടായിരുന്നോ? ഇല്ല. നമുക്കറിയാം, അന്ന് നമ്മൾ മുളക് ഇടിച്ച് ചുട്ട് ഇടിച്ചൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ശുദ്ധമായ പ്രോഡക്റ്റുകളാണ് കഴിച്ചുകൊണ്ടിരുന്നത്.
പ്രിസർവേറ്റീവ് ചേർക്കാത്ത ഭക്ഷണങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത്, കീടനാശിനി അടിക്കാത്ത ഭക്ഷണങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതല്ല, കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ തന്നെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്, അവരുടെ ജീവിതം സംരക്ഷിക്കേണ്ടത്, അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റും. കമ്മ്യൂണിറ്റിയിലുള്ള വരുമാനം ആഗ്രഹിക്കുന്ന, ബിസിനസ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു ബിസിനസ്, ഒരു വീട്ടിലൊരു വരുമാനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതിന് ഫണ്ട് എവിടുന്നാണ് കണ്ടെത്തുന്നത് എന്നുള്ള വീഡിയോസ് എല്ലാം വരുന്നുണ്ട് പുറകെ. നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ട കാര്യമില്ല. ഒരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണം. നിങ്ങൾ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ബാങ്കിൽ നമുക്ക് പ്രതികരണം നമുക്കറിയാം. ഒന്നുകിൽ അവർക്ക് ഈട് കൊടുക്കണം, അല്ലെങ്കിൽ സ്വർണം അവർക്ക് ഈടായിട്ട് കൊടുക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ബാങ്കുകാർ ഒരു കാരണവശാലും 5 ലക്ഷം രൂപ ആദ്യം ചെല്ലുന്ന ഒരു വ്യക്തിക്ക് കിട്ടത്തില്ല. അതേസമയം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞായിട്ട് ചെല്ലുന്നെങ്കിൽ, കുറച്ച് ട്രാൻസാക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കുകാർ ഇങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്. നമ്മൾ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ വരെ തരാനുള്ള ട്രാൻസാക്ഷൻ കാണിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളോട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് നമ്മൾ ഫണ്ട് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടു കൊടുക്കണ്ട, നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ അത് മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് കമ്മ്യൂണിറ്റി ബിസിനസ്. ഏകദേശ കാര്യങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് രൂപേണ ചോദിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. അപ്പം ആ കമ്മ്യൂണിറ്റിയെ ഒരു ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ലിസ ആപ്ലിക്കേഷൻ മുമ്പോട്ട് വയ്ക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അല്ലെങ്കിൽ ലിസ ആപ്ലിക്കേഷൻ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് മാസം 20,000 രൂപയിലധികം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരാശയം ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നവർക്ക് സമ്മാന അർഹരായി മാറും. അതെങ്ങനെയാണ് സമ്മാന അർഹരാകുന്നത്? നമ്മൾ ഒരുപാട് ലോട്ടറികളൊക്കെ എടുക്കുന്നുണ്ട്. ഒരു മാസം ഒരുപാട് ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. 1000 രൂപ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരെ എനിക്കറിയാം. പക്ഷേ ഇവർക്കെല്ലാം ലാസ്റ്റ് നിരാശയാണ് ഫലം. ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ പൈസയൊക്കെ അടിക്കും. എന്നാൽ അതല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാര് സ്ഥിരമായിട്ട് സമ്മാന അർഹരായി മാറുന്ന ഒരു സ്ട്രാറ്റജി ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഉറപ്പായിട്ടും അവർക്ക് സമ്മാനം കിട്ടും. 10,000 രൂപ മുതൽ 5,000 രൂപ മുതൽ 2 ലക്ഷമോ 10 ലക്ഷമോ രൂപ വരെ അവർക്ക് സമ്മാനം കിട്ടുന്ന ഒരു സംവിധാനവും ഇന്നത്തെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകണം, ഇതെന്താണ്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റുകൾ എന്ത് തന്നെ ആയാലും അത് മാർക്കറ്റ് ചെയ്യാനും അതിലൂടെ ഒരു വരുമാനം, അതായത് നിങ്ങളെ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിലൂടെ ഒരു വരുമാനം ലഭിക്കും. ആ വരുമാനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്ഥിരമായ ഒരു വരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം 10,000-20,000 രൂപ മാസം കിട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പൊ കമ്മ്യൂണിറ്റിയുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അതിന്റെ ഉദാഹരണമാണ് പല ആൾക്കാരും ചികിത്സാ സഹായം എന്ന നിലയിൽ നമ്മൾ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. 20 ലക്ഷം വേണം, 10 ലക്ഷം വേണം എന്നൊക്കെ വരുന്നുണ്ട്.
പക്ഷേ അവർക്കൊരു കാരണവശാലും അവർ 10-100 ആൾക്കാർ ചേർന്നാൽ ആ പൈസ കണ്ടെത്താൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു കൂട്ടം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ആ ഒരു കൂട്ടം ആൾക്കാർ ചെറിയ ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ട് അതിനെ വലിയൊരു തുകയാക്കി മാറ്റി അവരെ സഹായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അംഗങ്ങളാകുന്ന ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് വരെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അതാണ് കമ്മ്യൂണിറ്റി ശക്തി. ആ കമ്മ്യൂണിറ്റി ശക്തിയെ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഒരു കാര്യം ഞാൻ പറയാം, വീട്ടമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ കുടുംബനാഥന്മാരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ ഇതെല്ലാം വാങ്ങാനായിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോ പലചരക്ക് കടയിലൊക്കെ പോകും. 10,000-2,000 ചിലപ്പോൾ ഒരു മാസത്തിന് നമുക്ക് 4,000 രൂപയുടെ സാധനം വാങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെ വാങ്ങേണ്ടതായിട്ട് വരുമ്പോൾ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ നിങ്ങളോട് പറയുകയാണ്, ഒരു 4,000 രൂപ നിങ്ങൾക്ക് സാധനം വാങ്ങാൻ സാധിച്ചു ഈ കടയിൽ നിന്ന്, അതുകൊണ്ട് എനിക്ക് ഇത്ര രൂപ ലാഭവിഹിതം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ 4,000 രൂപയ്ക്ക് സാധനം വാങ്ങിയത് കൊണ്ട് എൻ്റെ ലാഭവിഹിതത്തിൽ നിന്ന്, അതായത് സൂപ്പർ മാർക്കറ്റുകാരുടെ ലാഭവിഹിതത്തിൽ നിന്ന് ഒരു തുക ഞാൻ തരട്ടെ. അല്ലെ സൂപ്പർ മാർക്കറ്റുകാരൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു തുക തരട്ടെ, ഒരു 500 രൂപ തരട്ടെ, ഒരു 300 രൂപ തരട്ടെ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുവാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അവരത് പറയില്ല. പക്ഷേ ലിസ ആപ്ലിക്കേഷനിൽ അംഗങ്ങളാകുന്ന എല്ലാ വ്യക്തികൾക്കും ആ ഒരു സംവിധാനത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ആ ഒരു ലാഭവിഹിതത്തെ ഇൻവെസ്റ്റ്മെന്റ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്ഥിരമായ ഒരു വരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ബിസിനസ് തുടങ്ങിയാൽ, അതായത് നിങ്ങളുടെ ലാഭവിഹിതത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിലൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് വലിയ ഒരു സാമ്പത്തികം ഉണ്ടാക്കുകയും ആ സാമ്പത്തികത്തെ നിങ്ങളിലേക്ക് തന്നെ ഒരു പ്രോഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലാഭവിഹിതമായിട്ട് നിങ്ങളിലേക്കും എത്തിക്കാൻ സാധിക്കും. അതാണ് കമ്മ്യൂണിറ്റി ബിസിനസിന്റെ ഒരു ലക്ഷ്യം, ആപ്ലിക്കേഷന്റെ ലക്ഷ്യം. വർഷങ്ങളായിട്ട് ഈ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു സംഭവമാണ്, ഒരു ഫോൺ കോളാണ് എങ്ങനെ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.